നമസ്കാരം പ്രിയ പ്രേക്ഷകരെ. നിത്യഹരിത നായകൻ നസീറിനോടൊപ്പം അഭിനയിക്കാൻ ആഗ്രഹിച്ച വിക്ടോറിയ എന്ന യുവതി നീണ്ട കാത്തിരിപ്പിന് ശേഷം തൻ്റെ മകളെ നസീറിന്റെ നായികയായിട്ട് അഭിനയിപ്പിക്കുന്നു. ആ മകൾ ആരാണെന്ന് നിങ്ങൾക്കറിയാം. കുറച്ചു പേർക്കൊക്കെ അറിയാൻ സാധിക്കും. നമ്മുടെ പ്രിയപ്പെട്ട ഉണ്ണിമേരി. ഇന്ന് ഞാൻ ഈ അധ്യായത്തിൽ പറയുന്നതും ഉണ്ണിമേരിയെ കുറിച്ചാണ്. അജിത് കുമാർ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഗസ്റ്റിൻ ഫെർണാണ്ടസിന്റെയും വിക്ടോറിയയുടെയും മകളായി 1962 ഉണ്ണിമേരി എറണാകുളത്ത് ജനിക്കുന്നത്. സെന്റ് തെരേസസ് കോളേജിലായിരുന്നു ബിരുദമെടുത്തത്. ബിരുദമെടുത്തതിന് ശേഷം സിനിമാ രംഗത്തേക്ക് പ്രവേശിക്കുകയായിരുന്നു. അതിന് കാരണം അമ്മ തന്നെയാണ്, വിക്ടോറിയ തന്നെയാണ്. സിനിമാ രംഗത്തുള്ള പലരുമായിട്ടും അവർക്ക് അടുപ്പമുണ്ടായിരുന്നു. അങ്ങനെ പ്രേംനസീർ നായകനായ നവവധു എന്ന ചിത്രത്തിൽ ബാലതാരമായിട്ട് ആദ്യം അഭിനയിക്കുകയാണ്. പ്രേംനസീറിന്റെ നവവധു ഗംഭീര വിജയമായിരുന്നു. അപ്പോൾ ആ കുട്ടിയെ എല്ലാവരും ശ്രദ്ധിച്ചു. അതിൽ ബാലതാരമാണ്. അവിടെ നിന്നാണ് ശ്രീകൃഷ്ണന്റെ വേഷം ലഭിക്കുന്നത്. ശ്രീ ഗുരുവായൂരപ്പൻ എന്ന ഭക്തി നിർഭരമായ ചിത്രം സുബ്രഹ്മണ്യന്റെ സംവിധാനത്തിൽ. അങ്ങനെ സുബ്രഹ്മണ്യമായിട്ടും ഒരടുപ്പം വരികയാണ്. 2 ചിത്രങ്ങളിൽ ഇതുപോലെ ചെറിയ ബാലതാരമായിട്ടാണ് വേഷമിട്ടത്. 3ാമത്തെ ചിത്രം ഏതാണെന്നറിയാവോ? നമ്മുടെ വിൻസെന്റ് പ്രധാന വേഷം അഭിനയിച്ച, നസീറാണ് നായകൻ അതിൽ. പക്ഷെ വിൻസെന്റിന്റെ കൂടെ പിക്നിക് എന്ന ചിത്രം, അതിൽ നായികയായിട്ട് അഭിനയിച്ചു. നായിക അല്ല, വിൻസെന്റിന്റെ നായികയായിട്ട്. അതാണ് ശ്രദ്ധേയമായ ആദ്യത്തെ ചിത്രം. അതിനുശേഷം പിന്നെ 1975 നമ്മുടെ നിത്യഹരിത നായകൻ പ്രധാന വേഷം അഭിനയിച്ച അഷ്ടമിരോഹിണി എന്ന ചിത്രം, അതിൽ നായികയായിട്ട് വരികയാണ്. അതിൽ നായികയായിട്ട് അഭിനയിക്കാൻ ചെന്നപ്പോൾ വിക്ടോറിയയും മകളുടെ കൂടെ അവിടെ ചെന്നു. അപ്പോൾ നസീറിനെ കണ്ടപ്പോൾ അവർ പറഞ്ഞതാണ്, ഞാൻ താങ്കളുടെ കൂടെ അഭിനയിക്കാൻ ആഗ്രഹിച്ചിരുന്നു ഒരു കാലത്ത്, എനിക്ക് നടന്നില്ല, ഞാൻ എൻ്റെ മകളിലൂടെ അത് സഫലീകരിക്കുകയാണെന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് പ്രേംനസീർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കഴിവ് മാത്രം പോരാ ഈ രംഗത്ത് വരാൻ, ഭാഗ്യം വളരെ പ്രധാനമാണ്. അഷ്ടമിരോഹിണി എന്ന ചിത്രം വിജയിച്ചതോടെ തമിഴിലും തെലുങ്കിലും ധാരാളം അവസരങ്ങൾ ഉണ്ണിമേരിയെ തേടിയെത്തി. തമിഴിൽ കമലഹാസനോടും രജനീകാന്തിനോടൊപ്പം ധാരാളം ചിത്രങ്ങൾ ചെയ്തു. അതുപോലെ തെലുങ്കിൽ ചിരഞ്ജീവിയോടൊപ്പവും നല്ല കഥാപാത്രം അവതരിപ്പിക്കാൻ ഭാഗ്യം ഉണ്ണിമേരിക്ക് ലഭിച്ചു. തമിഴിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രാഷ്ട്രീയത്തോട് അല്പം ചായ്വ് തോന്നുന്നത്. അങ്ങനെ അവർ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുകയായിരുന്നു. മധുര പാർലമെന്റിൽ നിന്നും മത്സരിക്കുവാൻ ശ്രമിച്ചെങ്കിലും അവസാനം മലയാളി ആയതിനാൽ ഒഴിവാക്കപ്പെടുകയായിരുന്നു. അതോടെ അവർ രാഷ്ട്രീയ രംഗത്ത് പിന്നെ പ്രവർത്തിച്ചിട്ടില്ല. എറണാകുളം സെന്റ് ആൽബർട്ട്സ് കോളേജിൽ അധ്യാപകനായിരുന്ന റിജോയെയാണ് ഉണ്ണിമേരി വിവാഹം കഴിച്ചത്. ഇപ്പോൾ എറണാകുളം കത്തർക്കടവിലാണ് താമസം. ഏകദേശം വിവിധ ഭാഷകളിലായി 300ഓളം ചിത്രങ്ങളിൽ വേഷമിട്ടിട്ടുണ്ട്. അതുപോലെ ആക്ഷൻ വേഷങ്ങളും ചെയ്തിട്ടുണ്ട്. കുതിരപ്പുറത്തുള്ള സവാരിയും അംഗവും ഒക്കെ ധാരാളം ചെയ്തിട്ടുണ്ട്. വടക്കംപാട്ട് കഥകളിലും ധാരാളം ചിത്രങ്ങളിൽ നല്ല നല്ല വേഷങ്ങൾ ഉണ്ണിമേരി ചെയ്തിട്ടുണ്ട്. വടക്കംപാട്ടിനെ പറ്റി പറയുമ്പോൾ പ്രത്യേകിച്ച് ഗാനരംഗങ്ങളിൽ, അതായത് നസീറിന്റെ കൂടെയൊക്കെ ധാരാളം അനുരാഗക്കളരി, അംഗത്തിന് വന്നുള്ള ആ സിനിമ കന്നി എന്ന കഥാപാത്രം, അതൊക്കെ നമ്മുടെ ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ഓടിയെത്തുന്നതാണ് ആ രൂപമൊക്കെ. പിന്നെ അത് തന്നെയല്ല, കൂടുതലും ഗ്ലാമർ വേഷങ്ങളാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. കൂടുതലും അതുപോലെ ചെറിയ മറ്റു പാവപ്പെട്ട വേഷങ്ങളൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. കൂടുതലും ഗ്ലാമർ ഉള്ള വേഷങ്ങളാണ് ഉണ്ണിമേരി ചെയ്തിട്ടുള്ളത്. നിർമ്മൽ കമ്പൈൻസിന്റെ ബാനറിൽ സിനിമാ നിർമ്മാണവും അവർ നിർവഹിച്ചിട്ടുണ്ട്. നിർമ്മൽ എന്ന് പേരിടാനുള്ള കാരണം എന്താണെന്നറിയാം? ഉണ്ണിമേരിയുടെ മകന്റെ പേരാണ് നിർമ്മൽ. അപ്പൊ മകന്റെ പേരിലാണ് നിർമ്മാണ കമ്പനി തുടങ്ങിയത്. കാടിന് രാജ, കല്യാണപ്പറവൈ എന്നീ ചിത്രങ്ങൾ നിർമ്മിച്ചത് അവർ തന്നെയായിരുന്നു. അതിലെ മുഖ്യ കഥാപാത്രമായി വേഷമിട്ടതും ഉണ്ണിമേരി തന്നെയാണ്. പിന്നീട് കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ അമ്മ വേഷങ്ങൾ ചെയ്യാൻ തുടങ്ങി. അമ്മ വേഷവും ധാരാളം ചെയ്തിട്ടുണ്ട്. 72 മുതൽ 92 വരെയാണ് ഉണ്ണിമേരിയുടെ സുവർണ കാലഘട്ടം. ഏകദേശം 20 വർഷത്തോളം നിറഞ്ഞു നിന്നു. പിന്നീട് അഭിനയം നിർത്തുകയാണ്. അവസരം കിട്ടായിട്ടല്ല, പിന്നീട് സ്വസ്ഥമായൊരു ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് അഭിനയം നിർത്തുകയാണ് ഉണ്ടായത്. ഏറ്റവും അവസാനം അഭിനയിച്ച ചിത്രം എന്നോടിഷ്ടം കൂടാമോ എന്ന ചിത്രത്തിലാണ് അവസാനം പ്രേക്ഷകർ ഉണ്ണിമേരിയെ കണ്ടത്. ഗ്ലാമർ വേഷത്തിന് വ്യത്യസ്തമായിട്ട് പിന്നീട് ചെയ്തത്
അത് വളരെ ശ്രദ്ധിക്കപ്പെട്ടതും ചർച്ച ചെയ്ത ഒരു ചിത്രമായിരുന്നു. നാഗമടുത്ത് തമ്പുരാട്ടി എന്നൊരു ചിത്രമുണ്ട്. അതിൽ നമ്മുടെ നസീറിന്റെ കൂടെയാണ് അഭിനയിച്ചത്. നാഗരാജ്ഞിയായിട്ട്, അതായത് നസീറിനെ അദ്ദേഹം അവരെ ശപിക്കുന്ന ഒരു രംഗമാണ്. ആ ഭാഗത്തൊക്കെ ഉണ്ണിമേരി വളരെ ശ്രദ്ധേയമായ അഭിനയം കാഴ്ചവെച്ചിരിക്കുന്നത്. നമുക്ക് കാണുമ്പോൾ വളരെ ഒരു മികച്ച പ്രകടനം, അവരുടെ മുഖത്തുള്ള എക്സ്പ്രഷനൊക്കെ ഇപ്പോഴും നമ്മൾ ഓർക്കും. അത് നാഗരാജ്ഞിയുടെ ഒരു വേഷത്തിൽ. അതുപോലെ ഈ തച്ചോളി അമ്പുവിലെ കന്നി എന്ന കഥാപാത്രവും വളരെ ശ്രദ്ധേയമാണ്. ധീരസമീരെ യമുനാ തീരെ, അത് മധു നായകനായ ചിത്രമായിരുന്നു. അതിൽ രോഷിണി എന്ന ശക്തമായ ഒരു കഥാപാത്രത്തെയാണ് ഉണ്ണിമേരി അവതരിപ്പിച്ചത്. അതുപോലെ പാലാട്ട് കുഞ്ഞിക്കണ്ണൻ എന്ന ചിത്രത്തിലെ തുളസി എന്ന കഥാപാത്രം, അതും വളരെ നല്ല രീതിയിലുള്ള നിലവാരം പുലർത്തിയതാണ്. അത് പ്രേംജിയുടെ മകളായിട്ടാണ്. അത് ഉമ്മർ വന്ന് കഴുത്ത് ഞെക്കി കൊല്ലുന്നതും അവസാനം പ്രേതമായിട്ട് വരുന്നതും ആ ചിത്രം വളരെ വിജയിച്ചൊരു ചിത്രം തന്നെയാണ്. അതുപോലെ അരപ്പട്ട കെട്ടിയ ഗ്രാമം, അതില് ദേവകി എന്നൊരു കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അത് പത്മരാജന്റെ സിനിമയാണ്. പാലാട്ട് കുഞ്ഞിക്കണ്ണിലെ പൊന്നി എന്ന കഥാപാത്രത്തെ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. ജയനെ സ്നേഹിക്കുന്ന അരിങ്ങോരുടെ മകളായിട്ടാണ്. ജയനോടൊപ്പം ഉള്ള ഒരു ഗാനരംഗമൊക്കെ, പ്രേമഗായക, അതൊക്കെ നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത രംഗങ്ങളാണ്. അതുപോലെ പിന്നെ ശ്രദ്ധേയമായ കഥാപാത്രം ചെയ്തത് തിങ്കളാഴ്ച നല്ല ദിവസം, മമ്മൂട്ടി നായകനായിട്ട് അഭിനയിച്ച തിങ്കളാഴ്ച നല്ല ദിവസം, അതിൽ നല്ലൊരു കഥാപാത്രമായിരുന്നു. അതുപോലെ സ്നേഹമുള്ള സിംഹം, ആൾക്കൂട്ടത്തിൽ തന്നെ MD-യുടെ, അതൊക്കെ ശക്തമായ കഥാപാത്രങ്ങളായിരുന്നു. 20 വർഷത്തോളം മലയാള സിനിമയിൽ നിറസാന്നിധ്യമായിരുന്ന ഉണ്ണിമേരി ഇപ്പോൾ സ്വസ്ഥമായ ഒരു കുടുംബജീവിതം നയിക്കുകയാണ്.